ഏതാണ്ട് റിട്ടയർമെന്റിന് 8 മാസക്കാലത്തിന് ശേഷം എന്തുകൊണ്ടാ വാസുവിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒരു വെള്ളി തളികയിൽ വെച്ച് പിണറായി വിജയൻ സർക്കാർ നൽകിയതെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുകയല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി ആദ്യം രേഖകളിൽ രേഖപ്പെടുത്തിയയാളുടെ പേരാണ് വാസു. ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന വാസുവാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പെന്നെഴുതിയത്. ആ സ്വർണ്ണപ്പാളിയെ ചെമ്പെന്നെഴുതിയതിന്റെ പ്രത്യുപകാരമായിട്ടാണോ വാസുവിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് എന്നുള്ളതിന് CPM നേതൃത്വം മറുപടി പറയണം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടി കൂട്ടുനിന്നതിന്, ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നതിന് വാസുവിന് നൽകിയ പ്രത്യുപകാരമാണ് പിന്നീട് ലഭിച്ചിട്ടുള്ള പ്രസിഡന്റ് പദവി. ഇതേ വാസുവാണ് അവിടെ ആചാരലംഘനം നടത്താൻ വേണ്ടി പിണറായി വിജയന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്നത് ഇവിടുത്തെ വിശ്വാസികൾ മറന്നുകൂടാ. അവരാരും മറക്കുന്നില്ല. ആചാരലംഘനം നടത്താൻ വേണ്ടി ശബരിമലയിലേക്ക് യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി ഭക്തരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് രാത്രിയിൽ പുലർച്ചെ ഡിവൈഎഫ്ഐക്കാരായ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് കനകദുർഗയെയും ബിന്ദു അമണിയെയും കയറ്റിക്കൊണ്ടു പോകുമ്പോ അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതും ഇതേ വാസു അടക്കമുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കാൻ, വിശ്വാസത്തെ തകർക്കാൻ, വിശ്വാസികളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നയങ്ങളുടെയും എല്ലാ പരിപാടികളുടെയും കാവലായി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് വാസുവായിരുന്നു. പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെയാണെന്ന് പറയും. ഇപ്പോ ATM പോലെയാണ്, കുത്തിയ അപ്പ കിട്ടും. പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെയായിരുന്നെങ്കിൽ ഇപ്പൊ ATM മെഷീൻ പോലെയാണ്, കുത്തിയാൽ അപ്പോൾ തന്നെ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ശബരിമലയോട് ചെയ്ത നെറികേടിന് അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ നടന്ന വാസുവിന്റെ അറസ്റ്റ്. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ, തീർച്ചയായിട്ടും കാര്യക്ഷമമായി മുന്നോട്ട് പോയാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. CPM നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട രീതിയിൽ CPM നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം പോകും. സർക്കാരിലെ പദവികളിലിരിക്കുന്ന ദേവസ്വം മന്ത്രിമാരടക്കം ഉള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തും.